എൻ്റെ പേര് സിസിലി. വയനാട് മാനന്തവാടിയിൽ നിന്നും വരുന്നു. ഞാൻ 2023 സെപ്റ്റംബർ 30 ഇവിടെ വന്നത്. ഉടമ്പടി എടുത്ത് 6 കാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചു. അതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നത് എൻ്റെ ഇസ്രായേലിലുള്ള ഒരു സഹോദരിയുടെ ഫ്രണ്ടാണ് ഈ നിൽക്കുന്നത്. ഇവരുടെ ക്യാൻസർ രോഗമാണ് ഞാൻ വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിക്കൊടുത്തത്. അവരുടെ അനുഭവം പറയും. ഒരു വർഷമായിട്ട് ഞാനൊരു ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കും. എൻ്റെ പേര് മോളമ്മ. ഞാൻ കോട്ടയത്തു നിന്നുള്ളതാണ്. എൻ്റെ കൂട്ടുകാരി ഇസ്രയേലിൽ ജോലി ചെയ്യുന്നതാണ്. അവളാണ് അവളുടെ കൂട്ടുകാരിയോട് വിളിച്ച് പറഞ്ഞത്. ഞാൻ റൈസ് ട്യൂബ് ഇട്ട് കിടക്കുന്ന സമയത്ത് ആ ഫോട്ടോ കാണിച്ചാണ് പറഞ്ഞത്, ഇത് ഫോട്ടോ കൊണ്ട് അച്ഛനെ കാണിച്ച് പ്രാർത്ഥിക്കണം, എത്രയും പെട്ടെന്ന് സുഖമാകണമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് റേഡിയേഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരുന്നുകൊണ്ട് എനിക്ക് വെള്ളം പോലും ഇറക്കത്തില്ലായിരുന്നു. ഞാൻ ട്യൂബിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇവർ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഈ ചേച്ചിയെ കാണുന്നത് പോലും. ഉടമ്പടി എടുത്തുകൊണ്ട് പോയ അന്ന് മുതൽ എനിക്ക് ട്യൂബ് കിടക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ആദ്യത്തെ ദിവസം ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ട്യൂബ് കിടക്കുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. അന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ ദിവസങ്ങൾ ഇനി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രി 12 മണിയായപ്പോൾ ഞാൻ ഈ ട്യൂബ് ഞാൻ തന്നെ ഊരി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയ്ക്ക് കുറവ് വന്നു. ഞാൻ തന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ എനിക്ക് 2 മാസം കൂടുമ്പോൾ ചെക്കപ്പേ ഉള്ളൂ, ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, മെഡിസിൻ ഇല്ല. എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. അമ്മ സൗഖ്യം തന്നതായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിംഫോമ ആയിരുന്നു. ഇവിടെയാണ് ആദ്യം ഓപ്പറേഷൻ ചെയ്തത്. അത് പ്രൈമറി ആയിരുന്നു. അത് പ്രൈമറി ആദ്യം കണ്ടില്ല, ഇത് സെക്കൻഡറി ആണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു, ഇന്ന് കൃപാസനത്തിൽ വരും, നിങ്ങൾ രാവിലെ അവിടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്നിവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ഈ കൂട്ടുകാരിയെ കാണുന്നത് പോലും. മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. വീണ്ടും എനിക്ക് 3 കാര്യങ്ങളും കൂടെ മാതാവ് ചെയ്തു തന്നു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയത് വീട്ടിൽ ചെന്നപ്പോൾ ഇവരുടെ അസുഖം കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇനി നടന്നില്ലെങ്കിലും എനിക്ക് അത്രയേറെ സന്തോഷകരമായിരുന്നു. അത് കഴിഞ്ഞ് മാതാവ് എനിക്ക് 3 കാര്യങ്ങൾ നടത്തി തന്നത്. എൻ്റെ കൂടെ അന്ന് 2 മക്കളും പോന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് ഒരാളും വന്നിട്ടുണ്ട്. അപ്പോൾ മകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2 വർഷം കഴിയുമ്പോൾ കമ്പനി മാറി കയറിയാൽ നല്ല സാലറി കിട്ടുമെന്ന് പറഞ്ഞ് ജോലി റിസൈൻ ചെയ്തായിരുന്നു. അങ്ങനെ 4 കമ്പനികൾ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ അവസരത്തിലാണ് ഇവിടെ വന്നത്. 4 ടോപ്പ് കമ്പനികളും ഇൻ്റർവ്യൂവിൽ വിളിച്ച് 4 കമ്പനികളിൽ നിന്നും പാസ്സായി. അങ്ങനെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു, നല്ല സാലറിയിൽ തന്നെ. അതുപോലെ അവൾക്ക് 25 വയസ്സായി. അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇങ്ങനെ വിവാഹം ആലോചിക്കുമ്പോൾ പറയും, ഞാൻ ആ വശേ നോക്കൂല, ഞാൻ എന്തായാലും കല്യാണം കഴിക്കില്ല, അതാരും ഓർക്കണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ ജീവിക്കണം, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ. പക്ഷേ അത് ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു. പല ആൾക്കാരും ഇങ്ങനെ വന്ന് കല്യാണം ആലോചിക്കുമ്പോൾ അതിനെല്ലാം എതിരായിട്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ മിനിങ്ങാന്ന് ഇങ്ങോട്ടുള്ള ബസ് ബുക്ക് ചെയ്ത് ഉടമ്പടി പുതുക്കാനും ഈ സഹോദരിയെ ഇങ്ങോട്ട് വിളിക്കാനും വേണ്ടി ഞാൻ ബസ് ബുക്ക് ചെയ്ത് ഇവരെയും വിളിച്ചപ്പോൾ അന്ന് മോള് ലീവിന് എങ്ങനെയോ 2 ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീട്ടിലുണ്ട്. അങ്ങനെ വിവാഹത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് എപ്പോഴും ഇത് തന്നെയുള്ളൂ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വരുന്ന വർഷം നമുക്ക് ആലോചിക്കാമെന്ന്. എങ്കിലും അതിനോടൊരു താല്പര്യം വന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അങ്ങനെ ആ കാര്യവും എനിക്ക് സാധിച്ചു കിട്ടി. അങ്ങനെ 3 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. പിന്നെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ ഒരു മാനസാന്തരത്തിലേക്ക് വരാൻ സാധിച്ചു. അതായത് ഹസ്ബൻഡൊക്കെ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകും. എന്നെക്കാളും മുമ്പിൽ തന്നെ എണീറ്റ് രാവിലെ തന്നെ 7 മണിയുടെ കുർബാനയ്ക്ക് എൻ്റെ ഹസ്ബൻഡാണ് പോകുന്നത്. പിന്നെ ഉടമ്പടിയിലില്ലാത്ത പല കാര്യങ്ങളും മാതാവ് ചെയ്തു തന്നു. ഞാനിങ്ങോട്ട് പലരെയും എൻ്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വെച്ച് മാതാവിലേക്കുള്ള വിശ്വാസം വളർത്തി. ക്രൈസ്തവ സഹോദരി അവൾക്ക് ഒരു ഷെട്ടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. വീടെന്നുള്ള സ്വപ്നം കുറേ വർഷങ്ങളായിട്ട് പേറിക്കൊണ്ട് നടന്നിരുന്ന ഒരു കൂട്ടുകാരി തന്നെയായിരുന്നു. അവളെ ഞാൻ ഈ കൃപാസനത്തിലെ കാര്യം പറഞ്ഞു കൊടുത്തു. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 90-ാമത്തെ ദിവസം മനോഹരമായ ഒരു വീട് അവൾക്ക് ലഭിച്ചു. അവൾ നാളെ
നാളത്തെ കഴിഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയാൻ വരും. അതുപോലെ തന്നെ ഈ ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു 5-8 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാലിന് വേദനയായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും മടിച്ചില്ല, മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തു കൊണ്ടുപോയി തിരുമ്മി കൊടുത്തു. അത് പിറ്റേ ദിവസം അങ്ങനെ വേദന വന്നതായിട്ട് പോലുമില്ല. അതേപോലെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കൊച്ച് ഒരു 4 വയസ്സായതാണ്. താഴെയുള്ള വീട്ടിൽ നിന്നും അത്ര ഒച്ചയിൽ കാലുവേദനയാണെന്നും പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ ആ മകനും ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ട് തേച്ചു, കാലുവേദന പോയി. പിന്നെ ഞാനും ഈ ബസ്സിൽ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുമായിരുന്നു. എൻ്റെ മോള് 21 വർഷമായിട്ട് ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഭയങ്കര ഛർദ്ദിയായിരുന്നു. അത് കാരണം ദൂരെ പഠിക്കാൻ വിടാനോ ജോലിക്ക് വിടാനോ ഒന്നും അവളെ വിടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഇങ്ങോട്ടും യാത്ര ചെയ്തു, അങ്ങോട്ടും ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് ഒരു കവിള് പോലും ഛർദ്ദിച്ചില്ല ഇന്ന് വരെ. പിന്നെ പല ദൂരയാത്രകളും ചെയ്തു, ഇന്നും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ ഛർദ്ദി പൂർണ്ണമായിട്ടും അവൾ നിന്ന് മാറ്റിയെടുത്തു. പിന്നെ എൻ്റെ ഈ വിശ്വാസത്തിൽ പലരും എന്നോട് പ്രാർത്ഥനകൾ ആവശ്യപ്പെടാറുണ്ട്. അവരെല്ലാം പറയുന്നത് കാര്യങ്ങൾ സാധിച്ചു. എന്നോട് ഇന്നും ഒരു 4 പേര് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിട്ടിട്ടിരിക്കുന്നത്. അവർ പല ഉടമ്പടി വസ്തുക്കളും മേടിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ അവർ സാധിച്ചു കിട്ടുന്നുണ്ടെന്നാണ് പറയാറ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യലുണ്ട്. പിന്നെ രോഗി സന്ദർശനം, ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇനി പറയാനാണെങ്കിൽ കുറേ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഇനിയും മാതാവ് സംരക്ഷിക്കുമെന്നുള്ള ഉടമ്പടി ഇന്ന് ഞാൻ പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ മാതാവ് തന്ന 1000 സഹായങ്ങൾക്കും പിന്നെ ഞാൻ നന്ദി പറയുന്നു. മാതാവിനോടും അമ്മയുടെ തിരുക്കുമാരനോടും 1000 നന്ദി.